ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടകയൊക്കെ അവൻ തരും. തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനാ പെട്ടിയൊക്കെ എടുത്തകത്ത് വെച്ച്. अथ श्री महाभारत कथा महाभारत महाभारत ओ भारत ओ भारत। साहब ये मलबार का स्पेशल क्वालिटी सिगार है, आपके लिए मंगवाया। ओह थैंक यू थैंक यू। ये छोड़ दीजिए साहब, ये टेस्ट करिए। साहब आपका सॉरी साहब, साहब आपका ब्लड प्रेशर। कोई फिक्र की बात नहीं। अच्छा साहब कैसा है साहब? ब्लड प्रेशर नहीं साहब ये सिगार। हाँ बहुत अच्छा है। अच्छा होगा साहब, फर्स्ट क्वालिटी है ना। गुड मॉर्निंग पिताजी। गुड मॉर्निंग बेटी। राजेंद्रन साहब उसे कॉलेज छोड़ो। ठीक है साहब। और देखो साहब गाड़ी तेज नहीं चलाना। जरूर साहब। आइए मैम साहब, बैठिए मैम। குட் மார்னிங். என்ன விஷ்ணு, உங்க ராமேட்டன் ஊர்ல இருந்து வந்தாச்சா? சார் வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானிக் கொண்டு வரேன்னு சொன்னாங்களே, என்னோட கேஸ் ட்ரபிளுக்கு நீ கேட்டியா? മറന്നു വെച്ചു സാർ, ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ ഓർത്തില്ല. சரி நாளைக்கு என்ன கொஞ்சம் கான்டாக்ட் பண்ண சொல்லு. ശരി സാർ. गुड मॉर्निंग सर। गुड मॉर्निंग। குட் மார்னிங் சார். गुड मॉर्निंग। साहब चाय लाऊं साहब? हाँ ठीक है। जी साहब। माफ कीजिए साहब। कौन? बलबिंदर, राजेंद्र यार, राम राम। एक चाय जल्दी लेना साहब के लिए, शक्कर मत डालना, ठीक है? हाँ സാർ തന്റെ ആ ഓവർ ടൈമിന്റെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യണോ? വേണമെന്നില്ല, മാനേജർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ പറയുമ്പോ അതിന്റെ കാർ ഡ്രൈവറുടെ പോസ്റ്റ് മാനേജറുടെ മുകളിലാന്ന് എനിക്ക് തോന്നുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചൗപ്പാട്ടി കടപ്പുറത്ത് അജ്ഞാത ജഡങ്ങൾ കരക്കടിഞ്ഞു എന്നും കേൾക്കാറുണ്ട്. എന്താ என்ன ராஜேந்திரா, ஆபீஸ் டைம்ல விளையாட்டா? சார் நாங்க திக் ஃப்ரெண்ட்ஸ், எப்போ இந்த மாதிரி தான் விளையாட்டு. ஐயோ സാബിന് ഗുളി കൊടുക്കാൻ സമയമായി. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? அட பொழைச்சு போட்டும். സാർ പൊഴച്ചപ്പെടുന്ന പറഞ്ഞാൽ ശരിയാവില്ല. എവനെ विष्णु साहब अंदर बुलाते हैं चल। फ्रेंडशिप अவ்வளவுதான். सब चाय कॉफी या कुछ डंडा டிரைவருக்கு ஆபீஸ்ல என்ன வேலை? सब संभालता सब मैं। கீழ போய் வேலைய பாரு. सॉरी ओ। सर, मன்னிச்சிடுங்க சார். போ. हाउस नंबर 426 किधर है? ऊपर है। ഇവിടെ ആരുമില്ല. ഹേയ് ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കണേ? ഓറഞ്ച് വീണപ്പോ ഞാനൊന്ന് എടുത്ത് തുടങ്ങി. കുട്ടിയെ പോന്നു വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞുതരാം. വാ. അല്ലേ? സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലേ തൊട്ടുള്ളതാ. ശ്വാസം മുട്ടണ്ടിയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാ. ഓ താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഈ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നത് ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം.
ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, എന്ത്? ഡാൻസ്. സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കുട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്ന. ചെർപ്പളശ്ശേരിയിൽ എവിടെയാ വീടുന്ന പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല, ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ, അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശകള് രാമേട്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണാവോ ഈ കെട്ടിടം ഇടിഞ്ഞു ഒഴിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ. ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ, ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. തുമ്പപ്പൂവിന്റെ നിറം